ഇന്ന് നമ്മൾ ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി 3 വെറൈറ്റി ആയിട്ടുള്ള റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ചൂടത്തൊക്കെ പെട്ടെന്ന് വരുമ്പോൾ ശരീരം തണുപ്പിക്കാനും ദാഹം മാറാനൊക്കെ വളരെ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള നാരങ്ങയുടെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് രണ്ടായിട്ട് പിളർന്നതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മളെല്ലാ വെള്ളത്തിലേക്കൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ കസ്കസ് ചേർത്ത് കൊടുക്കാം. താല്പര്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ കസ്കസ് ഞാൻ കുതിർത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നാരി സർബത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് വാങ്ങിച്ചിട്ടുള്ള നന്നാരി സർബത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നാരി സർബത്ത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഏറ്റവും നല്ലത് നന്നാരി സർബത്തൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ചൂടുള്ള സമയമൊക്കെ ആകുമ്പോഴത്തേന് ഞാനൊക്കെ മുമ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു കേട്ടോ നന്നാരി സർബത്തൊക്കെ. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി ഒന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ഒരു നാരങ്ങയുടെ കാൽഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഈ ഒരു പച്ചമുളകും കൂടെ വരുമ്പോൾ ഇതിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുടിക്കാം. ഇതിൽ വേണമെങ്കിൽ മിൻറ്റ് ലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ആദ്യത്തെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ ഉറുമാമ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ഉറുമാമ്പഴം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഉറുമാമ്പഴം എന്താ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് എടുക്കണം. അപ്പോൾ അതാ കുരുവൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഉറുമാമ്പഴത്തിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എല്ലാ വെള്ളത്തിലും ചേർക്കുന്നത് പോലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കാം. 2-3 ടീസ്പൂൺ എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള നന്നാരി സർബത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലും നമുക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയതിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു ഫ്ലേവർ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഇതിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ആ ഒരു ഉറുമാമ്പഴം നന്നാരിയുടെ ആ ഒരു ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇതാ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള നന്നാരി സർബത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്തിട്ടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ 2-3 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് സർബത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 സർബത്തും നല്ല അടിപൊളി സർബത്ത് തന്നെയാണ്. പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സർബത്തുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്